ആലുവ പൈപ്പ് ലൈൻ റോഡിൽ അശാസ്ത്രീയമായി നടത്തിയ റോഡ് നിർമ്മാണം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. നിലവിൽ ദീർഘനാളായി പൊട്ടിപ്പൊളിഞ്ഞ റോഡ് പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇന്റർലോക്ക് കട്ട വിരിച്ചത്. 4 മീറ്റർ ഉണ്ടായിരുന്ന റോഡിന്റെ വീതി കുറിച്ചും റോഡിൽ നിന്ന് 1.5 അടിയോളം ഉയർത്തിയുമാണ് നിർമ്മാണം നടക്കുന്നത്. റോഡിന്റെ ഉയരം കൂട്ടിയതും വീതി കുറച്ചതും മൂലം ഇരു സൈഡിലും 1.5 അടിയോളം ഉയരത്തിലുള്ള അപകട രീതിയിലാണ് നിർമ്മാണം നടക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒട്ടേറെ ജനങ്ങൾ ആശ്രയിക്കുന്ന റോഡുമാണ് ഇത്തരത്തിൽ അപകടം വരുത്തുന്ന രീതിയിൽ നിർമ്മാണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രക്കാരും സൈക്കിൾ യാത്രികരുമായ വിദ്യാർത്ഥികളും ഇവിടെ അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയുമുണ്ടായി. ആലുവ MLA അൻവർ സാദത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിക്കുന്ന റോഡിലാണ് ഇത്തരത്തിൽ അശാസ്ത്രീയമായ നിർമ്മാണം നടക്കുന്നതെന്നും MLA ഓഫീസിന്റെ മുന്നിൽ കൂടി കടന്നുപോകുന്ന അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും MLAക്ക് സാധിച്ചിട്ടില്ലെന്നും DFI ഭാരവാഹികൾ പറഞ്ഞു. DYFI നടത്തിയ സമരത്തിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി മുതൽ നിർമ്മല സ്കൂൾ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ 3 മീറ്ററായ റോഡിന്റെ ഇരുവശങ്ങളിലും 1 മീറ്റർ വീതം വീതി കൂട്ടി 5 മീറ്ററായി ചരിച്ച് കോൺക്രീറ്റ് ചെയ്യാൻ DYFI മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും CPIM ഏരിയ കമ്മിറ്റി അംഗം രാജീവ് സക്രിയയും ബ്ലോക്ക് സെക്രട്ടറി അജിത് MS, മേഖലാ സെക്രട്ടറി മുഹമ്മദ് ഹിജാസ്, CPIM ലോക്കൽ കമ്മിറ്റി അംഗം KV മാർട്ടിൻ, PV ശശി, ഫൈസൽ താരകൻ, രാഹുലാർ, മിഥുൻ ആലുവ എന്നിവർ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദീപ പോളുമായി നടത്തിയ ചർച്ചയിൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയത പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും ഉറപ്പു നൽകി. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി. നിയമത്തെക്കുറിച്ചും